സർ, ലോകം മുഴുവൻ കാർ വിപണി രംഗത്ത് ഒരു വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്നു എന്നറിയുന്നു. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ. അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ കാർ വിപണി നേരിടാൻ പോകുന്ന വലിയ ഭീഷണിക്ക് മുന്നിൽ ചൈനയാണെന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവരുന്നു. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? എന്തുകൊണ്ടാണ് ചൈന ഇതിനൊരു കാരണക്കാരനാവുന്നത്? ആഗോള കാർ വ്യവസായ രംഗത്ത് ഈ ആശങ്ക ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അടുത്ത 1-2 മാസങ്ങൾക്കുള്ളിൽ പുതിയ കാറുകൾ കിട്ടാതെയാകും, പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഈ വാർത്ത ശരിയാണ്. ഇന്ത്യയിലെ കാർ മാനുഫാക്ചേഴ്സിന്റെ സംഘടന ചൈനയിലേക്ക് ഒരു അടിയന്തര പ്രതിനിധി സംഘത്തെ അയച്ചിരിക്കുകയാണ്. ചൈനയിൽ നിന്ന് കാർ നിർമ്മാതാക്കൾക്ക് കിട്ടേണ്ട പല ഘടകങ്ങളും ഇപ്പോൾ ചൈന കയറ്റുമതി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്നതിന്റെ എണ്ണം വളരെ വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. എന്താണ് ഈ ഘടകങ്ങൾ എന്ന് അന്വേഷിക്കുമ്പോൾ, റയർ എർത്ത് മൂലകങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ചില ഭാഗങ്ങളാണ് എന്നാണ് പറയുന്നത്. അതായത് ചിപ്പുകൾ മാത്രമല്ല, കാറിന്റെ പല കമ്പോണന്റുകളിലും റയർ എർത്ത് മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്ത് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന മൂലകങ്ങൾ. ഇപ്പോ ഇരുമ്പ്, ചെമ്പ്, അലുമിനിയം, നിക്കൽ, ഇങ്ങനെയൊക്കെ നമുക്ക് പരിചയമുള്ള ലോഹങ്ങളുണ്ട്. ഇത് കൂടാതെ 17ഓളം വളരെ ചെറിയ അളവിലുള്ള മൂലകങ്ങൾ, ലോഹങ്ങൾ വേറെയുണ്ട്. ഇതൊക്കെ കാറിന്റെ നിർമ്മാണത്തിന്റെ പല ഭാഗത്ത് ആവശ്യമുള്ളതാണ്. പക്ഷെ അതിനെ ലോകത്ത് അറിയപ്പെടുന്നത് റയർ എർത്ത് എന്നാണ്. അപൂർവ മൂലകങ്ങൾ, അപൂർവ ലോഹങ്ങൾ എന്നൊക്കെയാണ് പറയുക. ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് ചൈനയിൽ മാത്രമേ ഉള്ളൂ, ലോകത്തൊരിടത്തും കിട്ടില്ല എന്നാണ് പെട്ടെന്ന് നമുക്ക് തോന്നുക. പക്ഷെ സത്യം അതല്ല. ഇത് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഇത് കണ്ടെത്താൻ വേണ്ടി ഭൂമിയുടെ അങ്ങ് അടി വരെ കുഴിച്ചു പോകേണ്ട കാര്യവും ഇല്ല. പുറം മണ്ണിൽ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന മൂലകങ്ങളാണ് ഇവ. പക്ഷെ ഇത് ഖനനം ചെയ്തെടുക്കുമ്പോഴും അതിന്റെ പ്രോസസ്സ് നടക്കുമ്പോഴും അതിനെ ശുദ്ധീകരിക്കുമ്പോഴും ഉണ്ടാവുന്നതായ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതുപോലെ പൊല്യൂഷനും പല രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനെ നേരിടണമെങ്കിൽ തീർച്ചയായിട്ടും വലിയ പണം മുടക്കേണ്ടി വരും, വലിയ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി വരും. ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് പല രാജ്യങ്ങളും ഇതൊക്കെ വേണ്ടാന്ന് വെച്ചു. എന്തിനാണ്, പരിസ്ഥിതി പ്രവർത്തകരുടെ സമരം വരും, സർക്കാരിന്റെ നിയമപ്രശ്നങ്ങൾ വരും, പിന്നെ ഇതെല്ലാം കൂടെ അരിച്ചു പെറുക്കി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് വലിയ ലാഭമുള്ള കേസൊന്നുമല്ല എന്നൊക്കെ കരുതി പല രാജ്യങ്ങളും, ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ, ഇവരൊക്കെ ഇതങ്ങോട്ട് അവഗണിച്ചു. നാടൻ ഭാഷയിൽ പറഞ്ഞ മെനക്കെട്ട പണിയല്ലേ, എന്നാ പിന്നെ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് മട്ടിൽ അങ്ങ് അവഗണിച്ചു. ഇതൊരു നല്ല സാധ്യതയായി കണ്ട ചൈന എന്ത് ചെയ്തു? ചൈന വിശാലമായ രാജ്യമാണ്, അവിടെ പുറംമണ്ണ് ഇഷ്ടം പോലെയുണ്ട്. അവർ ആ മണ്ണിൽ നിന്ന് ഈ പറഞ്ഞ 17 മൂലകങ്ങൾ വേർതിരിച്ചെടുത്ത് ലോഹങ്ങൾ ഉണ്ടാക്കി, ആ ലോഹങ്ങൾ കൊണ്ട് വാഹനത്തിന്റെ പാർട്സുകൾ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുന്ന ബിസിനസ് കൊഴുപ്പിച്ചു. അപ്പോഴേക്കും ഇത് ചൈന ഏതാണ്ട് ലോക വിപണിയുടെ 90% കൈയടക്കി, ഏതാണ്ട് കുത്തക എന്ന് പറയുന്ന അവസ്ഥയിലെത്തി. ഈ അവസ്ഥ ശരിക്കും ചൈനയുടെ കഴിവ് കൊണ്ട് ചൈന നേടിയെടുത്തതല്ല, അമേരിക്കയുടെ, ഇന്ത്യയുടെ മടി കൊണ്ട് നമുക്ക് ഇതൊക്കെ മെനക്കെട്ട പണിയല്ലേ എന്ന് ഓർത്ത് വേണ്ടാന്ന് വെച്ചതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ജ്യോത്സ്യന്മാരുണ്ടല്ലോ, തെക്കൻ കേരളത്തിൽ ഗണക എന്നും വടക്കൻ കേരളത്തിൽ പണിക്കർ എന്നൊക്കെ അറിയപ്പെടുന്ന ജ്യോത്സ്യന്മാര് പരമ്പരാഗതമായിട്ട് അതൊക്കെ ചെയ്തു വന്നിരുന്ന ജോലിയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ജ്യോത്സ്യന്മാർക്ക് തോന്നി, ഇതൊക്കെ ഒരു മെനക്കെട്ട പണിയാണ്, വലിയ കാര്യമൊന്നുമില്ല എന്ന് കരുതി ജ്യോത്സ്യന്മാര് പതുക്കെ പിന്മാറിയപ്പം ഈ ബ്രാഹ്മണന്മാര് പതുക്കെ ഈ ജോലി അങ്ങ് തുടങ്ങി. ഇപ്പൊ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അവിടെ ഒരു 4 ബോർഡ് കാണാം, ഒരു ബ്രാഹ്മണൻ, ജ്യോത്സ്യൻ എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ ബ്രാഹ്മണന്മാരുടെ പണി ജ്യോത്സ്യപ്പണിയല്ല. അതുപോലെ ഈ വീടിന് സ്ഥാനം കാണുക, അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്ക് സ്ഥാനം കണ്ട് കുറ്റിയടിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥപതിമാരാണ്, ആശാരിമാർ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ അതും കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് പോലെയുള്ളവർ ആ കാര്യത്തിൽ അങ്ങോട്ട് സ്പെഷ്യലൈസ് ചെയ്ത് ബ്രാൻഡായി. പഴയിടം മോഹന നമ്പൂതിരി ആണെങ്കിൽ സദ്യ ഉണ്ടാക്കുന്നതിൽ ബ്രാൻഡായി. അങ്ങനെ നമ്പൂതിരിമാര് സദ്യ ഉണ്ടാക്കാനും വീടിന് സ്ഥാനം കണ്ട് കുറ്റിയടിക്കാനും നാട്ടുകാരുടെ ഘടകന്മാര് ചെയ്തുകൊണ്ടിരുന്ന ജ്യോത്സ്യപ്പണി ചെയ്യാനും ഒക്കെ പോയതുപോലെ ഈ ചൈന ഈ പണി അങ്ങ് ഏറ്റെടുത്തു. ചൈന ഇതങ്ങ് ഏറ്റെടുത്തതോടുകൂടി ചൈന അങ്ങ് ഫ്ലറിഷായി. ചൈനയ്ക്ക് ഇഷ്ടം പോലെ പൈസയായി, രംഗത്ത് കുത്തകയായി. ആഗോള രംഗത്ത് ഏത് രാജ്യത്ത് ഏത് കമ്പനി കാർ ഇറക്കണമെങ്കിലും ചൈനയിൽ നിന്ന് ഈ സാധനങ്ങൾ, ഈ കമ്പോണൻസ് വരണം. ഇപ്പൊ ചൈന ആ കാര്യത്തിൽ പിടിമുറുക്കിയതോടുകൂടി
അമേരിക്കയിലും യൂറോപ്പിലും ഇന്ത്യയിലും അടക്കം കാർ നിർമ്മാതാക്കളും മറ്റു വാഹന നിർമ്മാതാക്കളും വലയുകയാണ്. വാഹനങ്ങൾ പുറത്തിറങ്ങാൻ വയ്യാതെ വരും. വൻതോതിലുള്ള ഓർഡറുകൾ കെട്ടിക്കിടക്കുകയാണ്. ലക്ഷക്കണക്കിന് കാറുകൾക്കും മറ്റു വാഹനങ്ങൾക്കുമുള്ള ഓർഡറുകൾ കെട്ടിക്കിടക്കുമ്പോൾ ചൈനയുടെ കാല് പിടിച്ച് കരയല്ലാതെ വേറെ യാതൊരു നിർവാഹമില്ല. അതുകൊണ്ട് ഇന്ത്യൻ കമ്പനികളുടെ മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ ഒരു പ്രതിനിധി സംഘം ചൈനയുടെ കാല് പിടിച്ച് കരയാൻ വേണ്ടി ചൈനയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോ അത് കാല് പിടിച്ച് കരച്ചിലൊന്നും അല്ലാതെ മാന്യമായ ഒരു സെറ്റിൽമെന്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പ്രതീക്ഷ. ഇത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും ഒക്കെ പ്രതിനിധി സംഘത്തെ ചൈനയുമായിട്ട് സംസാരിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളും ഇതിന് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ചൈനയുമായിട്ടുള്ള വ്യാപാര രംഗത്ത് ഉണ്ടാകാൻ പോകുന്ന ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് വേണ്ടി ചർച്ച നടത്താൻ പോകുന്നു എന്നും കേൾക്കുന്നുണ്ട്. ഏതായാലും ലോകമെമ്പാടും ഇന്ന് വളരെ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണിത്. വാഹന വ്യവസായം സ്തംഭിക്കാൻ പോവുകയാണ്. വാഹനങ്ങൾ പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ വരാൻ പോവുകയാണ്. ഉണ്ടാക്കിയ വാഹനങ്ങൾ, ലക്ഷക്കണക്കിന് വാഹനങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവർ കാത്തിരിപ്പ് അനന്തമായി നീണ്ടുപോവുകയാണ്. അപ്പൊ അത് പരിഹരിക്കേണ്ടതുണ്ട്. പക്ഷേ ചൈന അഹങ്കരിക്കേണ്ട കാര്യമില്ല. ചൈനയ്ക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു. ആ ചൈനയുടെ പ്രശ്നം ഇതാണ്. അതായത് ഈ ഒരു കാര്യത്തിൽ ചൈന പിടിമുറുക്കി ലോകത്തെ അനുസരിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒരുക്കമാണ്. ഇപ്പോൾ കേന്ദ്ര ലോഹം ഖനി വകുപ്പ് മന്ത്രി ഇതിന് യോഗം വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇന്ത്യ പറയുന്നു ചൈന ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന റെയർ എർത്ത് അമൂല്യ ലോഹങ്ങൾ, അപൂർവ ലോഹങ്ങളുടെ മേഖല ഗവേഷണം വികസിപ്പിക്കണം, സ്വന്തമായിട്ട് ഇത് ഉത്പാദിപ്പിക്കണം, ചൈനയെ ആശ്രയിക്കേണ്ടി വരരുത്. അമേരിക്ക ഈ രംഗത്ത് ചിന്തിച്ചു തുടങ്ങി. പല യൂറോപ്യൻ രാജ്യങ്ങളും യോജിച്ചുകൊണ്ട് ഒന്നിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ആഗോളതലത്തിൽ അമേരിക്കയും ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം അപൂർവ ലോഹങ്ങളുടെ ഗവേഷണത്തിലേക്കും ഉത്ഖനനത്തിലേക്കും ശുദ്ധീകരണത്തിലേക്കും കടന്നു വരികയാണ് എങ്കിൽ ഈ മേഖല, അതിന്റെ കുത്തക ചൈനയ്ക്ക് നഷ്ടപ്പെടും. ഇന്ന് ചൈന എടുക്കുന്ന ഈ ഒരു മസിൽ പിടുത്തമുണ്ടല്ലോ, നാളെ അവർക്ക് അങ്ങേയറ്റം അപകടകരമായി മാറും. ചൈനയെ ആശ്രയിച്ചുകൊണ്ടുള്ള ആഗോള വ്യവസായം എന്നുള്ള പ്രശ്നം പരിഹരിക്കപ്പെടും. അതോടെ ചൈനയുടെ ലോക കുത്തക തകരാൻ പോവുകയാണ്. ഇതോടൊപ്പം ചൈന നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി ഉണ്ട്. ചൈനയിലെ ചെറുപ്പക്കാരുടെ എണ്ണം കുറയുന്നു, വർക്കേഴ്സിന്റെ എണ്ണം കുറയുന്നു, ജനസംഖ്യ കുത്തനെ താഴോട്ട് വീഴുന്നു. ഇന്ത്യ 146.37 കോടിയിലേക്ക് ഉയർന്നപ്പോൾ ചൈന 145 കോടിയിൽ നിന്ന് 141 കോടിയിലേക്ക് താന്നു. ചെറുപ്പക്കാരുടെ, തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു. അതുകൊണ്ട് ചൈനയുടെ നല്ല കാലം അസ്തമിക്കുന്നു, ഇന്ത്യയുടെ നല്ല കാലം തുടങ്ങുന്നു. ഈ മേഖലയിൽ നിന്ന് തന്നെ അതിന്റെ ആരംഭം കുറിക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. യെസ്, അതാണ്. എന്തായാലും ഇന്ത്യ ചെയ്യേണ്ടുന്ന ജോലി, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ചെയ്യാമായിരുന്ന ഒരു ജോലി ചൈന ഏറ്റെടുത്തപ്പോൾ ആ രാജ്യങ്ങൾ ചെയ്യാതായപ്പോൾ, സാർ അതിന് പണിക്കരെയും നമ്പൂതിരികളെയും ഒരു ഉപമയായി പറഞ്ഞതുപോലെ ചൈനയുടെ ഒരു കുത്തക ഈ മേഖലയിൽ ഉണ്ടാവുന്നതാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം ചൈന ആ പരിപാടി അങ്ങ് നിർത്തി കഴിയുമ്പോൾ ലോകരാജ്യങ്ങളെ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അതെങ്ങനെ ബാധിക്കും, പ്രതികൂലമായി ബാധിക്കും എന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി വരും മാസങ്ങളിൽ പുതിയ കാറുകൾ വിപണി കീഴടക്കാൻ എത്തില്ലേ എന്നുള്ളൊരു ചോദ്യവും ബാക്കിയാവുകയാണ്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.